കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാകാൻ കേരള കോൺഗ്രസ് നേതാക്കൾ അവകാശവാദം ഉന്നയിക്കുന്നതിൽ കോൺഗ്രസിന് കടുത്ത അതൃപ്തി. ചർച്ചകൾ തർക്കങ്ങളിലേക്ക് നീളുന്നത് വിജയസാധ്യത കുറച്ചേക്കുമെന്നാണ് ജില്ലയിലെ കോൺഗ്രസ് നേതാക്കന്മാർ പറയുന്നത്. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് മറ്റു വിവരങ്ങളുമായി ചേരുന്നു. ടോബി, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് SKN. എന്തായാലും കോൺഗ്രസ് നേതൃത്വത്തിന് ഈ വിഷയത്തിൽ കടുത്ത അതൃപ്തിയുണ്ട്. അതായത് UDF-ൽ കോട്ടയം സീറ്റ് കേരള കോൺഗ്രസിന് എമ്മിന് നൽകാനുള്ള ഒരു ധാരണ, അല്ലെങ്കിൽ അവർ ആ സീറ്റിന് വേണ്ടിയുള്ള അവകാശവാദം UDF-ൽ ഉന്നയിച്ചു കഴിഞ്ഞു. അതിന് തൊട്ടു പിന്നാലെയാണ് നേതാക്കൾ സീറ്റ് വേണമെന്നുള്ളൊരു അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് വന്ന് തുടങ്ങിയത്. അതിൽ ആദ്യം എത്തിയത് PC തോമസ് തന്നെയാണ്. നമ്മളോട് അദ്ദേഹം പറഞ്ഞിരുന്നു മത്സരിക്കാൻ താൻ തയ്യാറാണ്, പാർട്ടി പറഞ്ഞാൽ താൻ മത്സരിക്കുമെന്ന് പറഞ്ഞു. തൊട്ടു പിന്നാലെ KM മാണിയുടെ മരുമകൻ MP ജോസഫ് രംഗത്ത് വരുന്നു, ഫ്രാൻസിസ് ജോർജ് രംഗത്ത് വരുന്നു. ഏറ്റവും ഒടുവിൽ കോട്ടയം ജില്ലാ പ്രസിഡന്റ് സജി മഞ്ഞക്കടമ്പിൽ വരെ സീറ്റ് വേണമെന്നുള്ള ആവശ്യവുമായി രംഗത്ത് വന്നു. ഇത്തരത്തിൽ വലിയൊരു അസ്വാരസ്യങ്ങൾ, അല്ലെങ്കിൽ ഈ സീറ്റ് ആവശ്യവുമായി നേതാക്കൾ രംഗത്ത് വന്നത് മുന്നണിയെ മൊത്തത്തിൽ പ്രതിസന്ധിയിലാക്കിയ ഒരു സാഹചര്യത്തിലാണ് കോൺഗ്രസ് നേതാക്കൾ ഈ വിഷയം അവസാനിപ്പിക്കണം, ഇത്തരത്തിലുള്ള പ്രവണത അല്ലെങ്കിൽ ഈ സീറ്റ് തർക്കങ്ങൾ അല്ലെങ്കിൽ സ്ഥാനാർത്ഥി തർക്കങ്ങൾ അത് ഗുണകരമല്ല എന്നുള്ളൊരു വിലയിരുത്തലിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തിയത്. ഇന്നലെ DCC പ്രസിഡന്റ് തന്നെ ഒരു വാർത്താ സമ്മേളനം വിളിച്ച് ഇക്കാര്യം നേരിട്ട് പറയാൻ തീരുമാനിച്ചതാണ്. പക്ഷേ അവസാന നിമിഷം ആ വാർത്താ സമ്മേളനം അദ്ദേഹം മാറ്റിവെക്കുകയായിരുന്നു. എന്തായാലും ഈ കോൺഗ്രസിനുള്ളിൽ വലിയ അതൃപ്തിയുണ്ട്. കോട്ടയം സീറ്റിൽ വിജയിക്കാനാകുമെന്നുള്ളൊരു പ്രതീക്ഷ നേരത്തെ തന്നെ UDF-നുണ്ട്. അവരുടെ ഒരു ഉറച്ച കോട്ട എന്ന് വേണമെങ്കിൽ നമുക്ക് കോട്ടയത്തെ വിശേഷിപ്പിക്കാം. അതുകൊണ്ട് തന്നെ ഇത്തവണ കേരള കോൺഗ്രസ് മാണി വിഭാഗമാണ് ഇവിടെ LDF-ൽ മത്സരിക്കുന്നത്. അവരെ തോപ്പിച്ച് വിജയം സ്വന്തമാക്കാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് പാളയത്തിലെ പട എന്ന് പറഞ്ഞ പോലെ ഈ കേരള കോൺഗ്രസ് നേതാക്കൾ സീറ്റ് ആവശ്യവുമായി രംഗത്ത് വരികയും അതൊരു തർക്കത്തിലേക്കൊക്കെ പോകുന്ന ഒരു സാഹചര്യത്തിലേക്കുമൊക്കെ കാര്യങ്ങൾ പോയത്. എന്തായാലും കോൺഗ്രസ് നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുണ്ട്.